വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തുള്ള റെജിനോൾ CS വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ബിസിനസ്സിൻ്റെ മുഴുവൻ പ്രോഫിറ്റും എത്രയും വേഗം ലഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ന്യൂ പൻവേലിൽ നിന്നുള്ള രാമചന്ദ്രൻ പാലാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5.33 lakhs കർത്താവെ, തനിക്കൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കുവാനുള്ള 5,33,000 രൂപ എത്രയും വേഗം മടക്കി ലഭിക്കുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പള്ളിക്കാത്തോട് നിന്നുള്ള ജോസ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റായ്പൂരിൽ നിന്നുള്ള KJ തോമസിനും അഞ്ജുവിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഞ്ജുവിന് യോജിച്ചൊരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മലപ്പുറത്തു നിന്നുള്ള സുലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോടതിയിലെ ആ കേസിൽ വളരെ അനുകൂലമായൊരു വിധി ഉണ്ടാകാൻ ഞങ്ങളുടെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Ephesians 3:20 says, God is going to answer to your prayers beyond your understanding, beyond your imagination. എഫീസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ നിലവുകൾക്കും ഉപരിയായിട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകാൻ പോകുന്നത്. Let's hear that in Malayalam. നമ്മളത് മലയാളത്തിൽ വായിക്കാൻ പോവുകയാണ്. എന്നാൽ നാം ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിനുപരിയായി നമ്മിൽ വ്യാപരിക്കുന്ന തൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന്. That means even beyond all our understanding and expectations, Jesus can move in our lives. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഉപരിയായി യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ചലിക്കുവാൻ കഴിയും. I heard the story of a small boy. ഞാനൊരു ചെറിയ ബാലന്റെ കഥ കേട്ടിട്ടുണ്ട്. Very small boy, and he wanted to have eat some toffees. അദ്ദേഹത്തിന്, ആ കുഞ്ഞിന് ചില മിഠായി കഴിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. But he had no money. എന്നാൽ അവന്റെ കയ്യിൽ പണമില്ലായിരുന്നു. So he went to a shop. അവൻ ഒരു കടയിലേക്ക് ചെന്ന് He was looking at the toffee boxes there. അവിടെ ഉണ്ടായിരുന്ന മിഠായി ഭരണികളിൽ അവൻ നോക്കി. And saliva was flowing like this. അവന്റെ വായിലൂടെ ഉമിനീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. He wanted to eat some toffees, but he had no money.
അവന് മിഠായി കഴിക്കണമെന്നുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ പണമില്ല. So he was looking at all the varieties of toffees. അവൻ അവിടെ ഉണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള മിഠായികൾ അവൻ കൊണ്ട് മനസ്സിലാക്കി. And the shopkeeper understood what he was desiring. എന്നാൽ ആ കടയിലെ നടത്തിപ്പുകാരൻ മനസ്സിലാക്കി അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. Suddenly the shopkeeper, because out of his kindness, asked the boy to take some toffees. കടക്കാരന്റെ അവന്റെ ഹൃദയത്തിൽ ഒരു സ്നേഹം നിമിത്തം അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. And he permitted the boy to take some toffees. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ മിഠായി എടുത്തുകൊള്ളാൻ ആ ബാലകനോട് ആ കടക്കാരൻ പറഞ്ഞു. The boy said, no, I will not take. എന്നാൽ ആ ബാലൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും എടുക്കില്ല. I will not take. ഞാൻ ഒരിക്കലും എടുക്കില്ല. The shopkeeper said again, no, boy, you can take. ആ കടക്കാരൻ പറഞ്ഞു, നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള. Many times the shopkeeper pressed him, compelled him to take some. ഒത്തിരി പ്രാവശ്യം ആ ബാലനോട് പറഞ്ഞു, നീ എടുക്കുക എന്ന് പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം നിർബന്ധിച്ചു. So finally the boy said, uncle, you give me some toffees. അവസാനം ആ ബാലൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് കുറച്ച് മിഠായി എടുത്തതാ. Then the man asked, why don't you take? I gave you permission. ആ പറഞ്ഞു, നിനക്ക് എടുത്താൽ എന്താ കുഴപ്പം, ഞാൻ നിനക്ക് അനുവാദം തന്നിട്ടില്ലേ? But the boy said, my hand is very small. ആ ബാലകൻ പറഞ്ഞു, എൻ്റെ കൈകൾ വളരെ ചെറുതാണ്. If I take, I will get 4 or 5. ഞാൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് 4-5 ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. If you give me, your hand is so big. അങ്ങ് എടുത്ത് തരികയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ വളരെ വലുതാണ്. I will get more, 20 or 30 or 50 I will get. എനിക്ക് 20-30 അത്രയും അധികം എനിക്ക് മിഠായി കൈകൾ. That's what Jesus is saying in Ephesians 3:20. അതാണ് യേശു കർത്താവ് എഫേസ്യർ 3:20 പറയുന്നത്. Hallelujah. Hallelujah. Beyond our understanding, beyond our capacity, beyond what we ask, beyond what we imagine, God can perform in our lives according to the Holy Spirit or the power of God which is at work in us. നമ്മൾ ചിന്തിക്കുകയോ ചോദിക്കുകയോ നമ്മുടെ മനസ്സിൽ വരുന്നതിനേക്കാളോ നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും ഉപരിയായി നമ്മളിൽ പ്രവർത്തിക്കുന്ന തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. Hallelujah. Hallelujah. Today this is what we can talk to. We can tell our Heavenly Father, Lord, give me with your hands. ഇന്ന് നമുക്ക് ദൈവത്തോട് പറയാനുള്ള കാര്യമാണ്, ദൈവമേ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അങ്ങ് നൽകണമേ. I don't want to take with my hands, I want to receive from your hands. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എൻ്റെ കൈകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങ് തന്നെ അനുഗ്രഹങ്ങൾ എടുത്ത് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ Actually beyond our capacity. അത് നമ്മുടെ പരിധിക്ക് ഉപരിയായിട്ടായിരിക്കും നൽകപ്പെടുന്നത്. Everybody say hallelujah to the എത്ര Lord. പേർ ഹല്ലേലൂയ പറയും? The Holy Spirit is saying, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ you have gone through a lot of narrow paths. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടുങ്ങിയ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. Always there was not sufficient enough in your life. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സമൃദ്ധിയുടെ നിങ്ങൾക്കെല്ലാം തികയുന്ന ഒരു അവസ്ഥയിലല്ല നിങ്ങൾ പലപ്പോഴും കഴിഞ്ഞു പോയിട്ടുണ്ട്. Always everything was short in your life. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാത്തിനും കുറവുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നു. But when God gives, എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകുമ്പോൾ your cup will run over. നിങ്ങളുടെ പാനപാത്രം കവിഞ്ഞൊഴുകാൻ പോവുകയാണ്. Hallelujah. Hallelujah. And He becomes our Lord and Shepherd, everything will be overflowing. ദൈവം നമ്മുടെ കർത്താവായി ഇടയനായി മാറുമ്പോൾ നമ്മുടെ എല്ലാം അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പോവുകയാണ്. Jesus is a God of all sufficiency. യേശു കർത്താവ് എല്ലാത്തിൻ്റെയും നമുക്ക് സമൃദ്ധിയായി നൽകപ്പെടുന്നതിൻ്റെ ദൈവമാണ്. Hallelujah. Hallelujah. Until you are satisfied and until you say, Lord, this is enough for me, that much the Lord is going to give you. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമ്പോൾ നിങ്ങൾ ദൈവത്തോട് തിരിച്ചു പറയണം, ദൈവമേ എനിക്ക് മതിയായി എന്ന് പറയുന്ന സമയം വരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിറയ്ക്കാൻ പോവുകയാണ്. There was a great man of God. ഒരിക്കലും വലിയൊരു ദൈവത്തിന്റെ ദാസനുണ്ടായിരുന്നു. He was very hungry for God. അദ്ദേഹം ദൈവത്തിന് വേണ്ടി വലിയ ദാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. Not hungry for any food, but he was hungry for God and His power. ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥം കഴിക്കുവാനുള്ള വിശപ്പല്ലായിരുന്നു, എന്നാൽ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വലിയ ദാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. We have a physical hunger.
നമുക്ക് ഭൗതികമായ ഒരു വിശപ്പുണ്ട്. At the same time, we have a spiritual hunger. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ആത്മീകമായ ഒരു വിശപ്പുമുണ്ട്. We have a physical thirst. നമുക്ക് ശാരീരികമായ ഒരു ദാഹമുണ്ട്. At the same time, we have a spiritual thirst. അതേ സമയത്ത് നമുക്ക് ആത്മീകമായ ഒരു ദാഹവുമുണ്ട്. That's why in John chapter 7 verse number 37, Jesus said, "Those who are thirsty, come to me." അതാണ് യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യത്തിൽ പറയുന്നത്, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. Hallelujah. Hallelujah. Because he can satisfy your soul and your hunger. യേശുവിന് നിങ്ങളുടെ ആത്മാവിന്റെ ദാഹവും വിശപ്പും മാറ്റുവാൻ കഴിയുന്നതാണ്. So this man of God started praying to God. ഈ ദൈവദാസൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And he said, "Lord, I want to know more of your power. കർത്താവേ, അങ്ങയുടെ ശക്തി കൂടുതലായി അറിയണമെന്ന് ഞാൻ I want ആഗ്രഹിക്കുകയാണ്. to receive more of your spirit." അങ്ങയുടെ ആത്മാവിനെ കൂടുതലായി പ്രാപിക്കണമെന്ന് ഞാൻ Lord, your word ആഗ്രഹിക്കുകയാണ്. says, when I pray, when I ask for the Holy Spirit, you will give me without any measure. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ പറയുന്നു, അങ്ങയുടെ ചോദിക്കുകയാണെങ്കിൽ അളവ് കൂടാതെ അങ്ങയുടെ ആത്മാവിനെ തരാമെന്നാണല്ലോ പറയുന്നത്. That time he was walking along a field, a paddy field. ആ സമയത്ത് അദ്ദേഹം ഒരു പാടത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. That time he was praying in his spirit. അദ്ദേഹം ആ സമയത്ത് തന്റെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Lord, fill me with your Holy Spirit. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ I want to നിറയ്ക്കണമേ. know you more. അങ്ങയെ കൂടുതൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Suddenly the Holy Spirit came upon him. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി He വന്നു. was walking. അദ്ദേഹം The നടന്നുകൊണ്ടിരിക്കുകയാണ്. Holy Spirit came പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. in that field. ആ പാടത്തിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. His body could not contain the magnificent supernatural power of God in his little body. അവന്റെ ആ ശരീരത്തിൽ ആ ദൈവത്തിന്റെ വലിയ ശക്തി വന്നത് താങ്ങുവാൻ കഴിയാത്തവണ്ണം അതുപോലെ ദൈവത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ ഇറങ്ങി He വന്നു. fell down in that field അവൻ ആ പാടത്തിൽ അവൻ വീണു. because of the immense measure of the power of God in his little body. He was convulsions and he was wriggling under the power and the anointing of the Holy Spirit. അവന്റെ ആ ശരീരത്തിൽ അവന് അത് താങ്ങുവാൻ കഴിയാത്തവണ്ണം അത്ര അധികം ശക്തി വന്നിരുന്നത് കൊണ്ട് അവൻ ശരീരം വിറയ്ക്കുകയും അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അവന്റെ ശരീരത്തിൽ അവൻ അനുഭവിച്ചു. Somehow he stood up എങ്ങനെയോ അവൻ എഴുന്നേറ്റ് and നിന്നു. he started running toward a house nearby. അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് അവൻ എങ്ങനെയോ ഓടി, വളരെ വേഗത്തിൽ ഓടിച്ചെന്നു. When he reached that farmhouse, അവൻ ആ കൃഷിയുള്ള അവിടുത്തെയുള്ള വീട്ടിലേക്ക് ചെന്നപ്പോൾ he started knocking at the door. അവൻ ആ വീടിന്റെ വാതിൽക്കൽ മുട്ടി. And when the door opened, ആ വാതിൽ തുറന്നപ്പോൾ he told that man, അവൻ ആ വീട്ടിന്റെ ഉടമസ്ഥനോട് "I want a room. എനിക്കൊരു മുറി തരുമോ? I want a room." എനിക്കൊരു മുറി തരുമോ? "Why you want a room?" എന്തിനാണ് നിനക്ക് ഒരു മുറി വേണ്ടത്? "I want to pray." എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. He rushed into that allotted room, അവന് കൊടുത്ത ആ മുറിയിലേക്ക് അവൻ വളരെ വേഗത്തിൽ ചെന്നു. knelt down before God, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് started praying. അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And imagine what he must have prayed. എന്താണ് അവൻ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? What did he pray? എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? He prayed like this, "Lord, I don't want this much power. അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇത്രയധികം ശക്തി എനിക്ക് വേണ്ട. I cannot contain the power in my body. എന്റെ ശരീരത്തിൽ അങ്ങയുടെ ശക്തി താങ്ങുവാൻ എനിക്ക് കഴിയുന്നില്ല. Reduce the power. ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ ശക്തി ഒന്ന് കുറച്ച് തരണമേ. Reduce it, Father." കർത്താവേ, ഈ ശക്തി ഒന്ന് ശകലം കുറച്ച് നൽകണമേ. Hallelujah. ഹല്ലേലൂയ. This is the way God can bless you. ഇങ്ങനെയാണ് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നത്. Bless you and bless you and bless you until you say, "Lord, I don't want this much." ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവത്തോട് നിങ്ങൾ തിരിച്ചു പറയുകയാണ്, കർത്താവേ, എനിക്ക് മതിയായി എന്ന് പറയുന്ന സമയം വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. Malachi chapter number 3. മലാക്കി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം, verse number 10 onwards. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ When you read that portion, നമ്മൾ ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ God says, "If you give to me, I will bless you back. നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ നിന്നെ തിരിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. If you partner with me, I will give you a share." നിങ്ങൾ എന്നോടൊപ്പം പങ്കാളികളാകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഭാഗം നൽകാൻ പോവുകയാണ്. In any business, if you are a partner in the business, you will get the dividend of the profit. നിങ്ങൾ ഏതൊരു ബിസിനസിന്റെ ഭാഗമായി പങ്കാളിയായി മാറുന്നോ അതിന്റെ ഒരു ലാഭവിഹിതം
അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. In the same way, God says, if you give to me, I will give you a share. നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു വിഹിതം തരാൻ പോവുകയാണ്. Through Prophet Malachi, God says, I will give you and I will bless you so that finally you will have no room left in your house to store up the blessings I'm going to give you. മലാക്കി പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് സ്ഥലം തികയാതെ വണ്ണം അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. Finally you will start praying. അവസാനം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. Not for more blessings. കർത്താവേ, ഇനി അധികം അനുഗ്രഹങ്ങൾ വേണ്ട. Finally you will say, Lord, reduce the blessings. അവസാനം കർത്താവിനോട് പറയും, കർത്താവ് ഈ അനുഗ്രഹങ്ങളൊന്ന് കുറയ്ക്കണം. Rest of the blessings you give to my cousin. കർത്താവേ, ഇനിയുള്ള അനുഗ്രഹങ്ങൾ ഇനി എൻ്റെ ബന്ധുവിനങ്ങ് കൊടുക്കണം, എൻ്റെ കസിനങ്ങ് കൊടുക്കണമേ. Rest of the blessings give to my uncle. ഇനിയുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ അങ്കിളിനങ്ങ് കൊടുക്കണമേ. Rest of the blessings there is no room left, so give to my siblings. ഇനി എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് അങ്ങ് അനുഗ്രഹം കൊടുക്കണമേ. If you can believe like that. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? Our father is a rich father. നമ്മുടെ പിതാവ് സമ്പന്നനായ ഒരു Our പിതാവ്. father is the richest father. നമ്മുടെ പിതാവ് ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ്. He opens his hands, all the created beings will be satisfied, the Bible says. ബൈബിൾ പറയുന്നു, അവൻ കരങ്ങൾ തുറക്കുമ്പോൾ കൈ തുറക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സംതൃപ്തരാകാൻ പോവുകയാണ്. Hallelujah. Hallelujah. You can pray, Lord, just open your hands, I'll be satisfied. അതുകൊണ്ട് ദൈവമേ അങ്ങ് കരങ്ങൾ തൃക്കൈകൾ തുറക്കണമേ, ഞാൻ അതിൽ സംതൃപ്തനാകാൻ. Hand is very small. എൻ്റെ കരങ്ങൾ വളരെ ചെറുതാണ്. If you put my hand into your pocket, I can only collect this much. കൈകൾ പോക്കറ്റിനകത്ത് എനിക്ക് കൈകൾ ഇടുകയാണെങ്കിൽ കുറച്ച് മാത്രമേ എടുക്കുവാൻ കഴിയുകയുള്ളൂ. If I put this hand into your storehouse, into your treasury, I can only collect this much. ഞാൻ നിങ്ങളുടെ ശേഖരത്തിൽ നിന്ന് ഞാൻ കൈയിടുകയാണ്, എനിക്ക് ഇത്രയും മാത്രമേ എടുക്കുവാൻ കഴിയുകയുള്ളൂ. Father, with your mighty, big, huge hand, take something and give to me. പിതാവേ, അങ്ങയുടെ ആ ശക്തിയുള്ള ആ വലിയ കരങ്ങൾ നീട്ടി അങ്ങ് എടുത്ത് എനിക്ക് നൽകണമേ. Clap your hands properly for the Lord. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിന് ശരിയായ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ടെമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. പപ്പയും മകളുമാണ്. പെരുമ്പാവൂരടുത്ത് കുറുപ്പമടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 5 വർഷം മുമ്പാണ് ഈ മകളുടെ വിവാഹം കഴിഞ്ഞത്. ഈ മകളും മരുമകനും മസ്കറ്റിലാണ്. ആദ്യത്തെ ഒരു 3 പ്രാവശ്യം ഈ മകൾക്ക് മിസ്കാരേജിലൂടെ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം 2015 ഓഗസ്റ്റ് 15-ാം തീയതി ഇതുപോലെ നമുക്കൊരു പ്രെയർ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിതാവിന് വലിയൊരു വിഷമമായിരുന്നു. അങ്ങനെ പിതാവ് ഇവിടെ വന്ന് ഇവർ വന്നില്ലായിരുന്നു.
ഇവരുടെ ഫോട്ടോസ് മാത്രം നമുക്ക് ഇവിടെ ഒരു പതിച്ചിട്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ പ്രേയർ ഡേയിൽ അന്ന് അപ്പനാണ് ഇവിടെ വന്നത്. ഇവരുടെ ഫാമിലി ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നു ഒട്ടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്നുള്ളത് ഈ അപ്പച്ചൻ പറയുന്ന പിറ്റേ മാസം മകൾ പ്രഗ്നന്റ് ആയി. മെയ് 6-ാം തീയതി ആയിരുന്നു ഈ മകളുടെ പ്രസവം. അങ്ങനെ കുഞ്ഞ് 3 മാസമായി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? പെൺകുഞ്ഞിനെ കർത്താവ് തോന്നുന്നു. കഴിഞ്ഞ പ്രേരണയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ചങ്കൂട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മോക്ക് ദൈവം തന്നു. അതിന് ഇവിടെ എല്ലാവരും കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. കഴിഞ്ഞ പ്രേയർ ഡേക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് 2015 ഓഗസ്റ്റ് 15-ന് ഇവിടെ നടന്ന പ്രേയർ ഡേയിൽ പടോടെ കൊണ്ടൊന്ന് ഒട്ടിച്ചു വെച്ച് പ്രാർത്ഥിച്ച കൃത്യം 1 വർഷമായപ്പോൾ ദൈവം കൊടുത്ത പ്രാർത്ഥനയുടെ മറുപടിയും ചുമന്നുകൊണ്ട് നിൽക്കുക. ഇവിടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. കണ്ണുനീർ കണ്ടാൽ മനസ്സലിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കൈകൾ നീട്ടി ഇവരൊന്ന് അനുഗ്രഹിച്ചേ. കർത്താവേ, നീ കൊടുത്ത ഈ ദാനത്തിനായി നന്ദി കർത്താവേ. കഴിഞ്ഞ പ്രേയർ ഡേയിൽ കർത്താവേ ഒന്നും കാണാതെ ശൂന്യമായ അവസ്ഥയിൽ ഇവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു. ഈ പ്രേയർ ഡേയിൽ കർത്താവേ നീ കൊടുത്ത നന്മയും ദാനവും ചുമന്നുകൊണ്ട് നിൽക്കാൻ ഭാഗ്യം കൊടുത്തതിനായി, അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവേ. അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടെ, അങ്ങയുടെ രാജ്യം വലുതാകട്ടെ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് ലോക സമാധാന ദിനമാണ്, അപ്പോൾ തന്നെ വേൾഡ് അൽഷിമേഴ്സ് ഡേയുമാണ്. നമുക്ക് ചേർന്ന് ഈ 2 കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോക സമാധാന ദിനത്തിൽ ഈ സമയത്ത് സമാധാനമില്ലാതെ ഭൂമിയിൽ ആരെല്ലാമുണ്ടോ അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാധാനവുമായി ഭൂമിയിലേക്ക് അങ്ങ് വന്നു കർത്താവെ, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ദൈവിക സമാധാനം അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ട് പോയല്ലോ കർത്താവ്. അത് ടേസ്റ്റ് ചെയ്യാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ സമാധാനത്തെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ സമാധാനം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഉള്ള ഇടപാടുകളിൽ കർത്താവെ, ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് അൽഷിമേഴ്സ് ബാധിച്ച എല്ലാ രോഗികൾക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിൻ്റെ ലക്ഷണങ്ങളോടുകൂടെ, അതിൻ്റെ വേരോടുകൂടെ അവരിൽ നിന്നും അതിനെ അങ്ങ് എടുത്തു മാറ്റണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർ ഓർമ്മക്കുറവുകൾ മാറട്ടെ, മറ്റ് അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, 100 കണക്കായി രോഗികളെ അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ, വിടുവിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, അപ്പോൾ തന്നെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനവും വിടുതൽ അവരുടെ ഹൃദയങ്ങളെ കൊടുക്കുമ്പോൾ തന്നെ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. കിടപ്പിൽ കിടന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കൊണ്ട്, പ്രത്യേകിച്ച് അതിൽ മീനാക്ഷി എന്ന പേരുള്ളൊരു സഹോദരിയെ തൽക്ഷണം കർത്താവ് സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മീന എന്ന് ചുരുക്കി വിളിക്കുന്ന മീനാക്ഷി പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. അതുപോലെ ഹെമറേജ്, ബ്ലീഡിങ് ഉള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ സൗഖ്യം നടക്കട്ടെ. തോളെല്ലിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് ജീസസ് നെയിം. ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് തകരാറുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കിഡ്നികൾ പൂർണ്ണമായും സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണുകൾ വെളിയിലേക്ക് പോകട്ടെ. ഡയാലിസിസ് പേഷ്യൻസ് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. താങ്ക് യു ഫാദർ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൂർണ്ണമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ അങ്ങ് സഹായിക്കണം. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, പക്ഷേ കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു.
ഇനിയൊരു മിസ്കാരേജ് ഇല്ലാതെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുകവലി, മദ്യപാനം ഇതിനൊക്കെ അടിമകളായ പലരെയും കർത്താവ് സ്വതന്ത്രമാക്കിയാണ്. ഇൻ ജീസസ് നെയിം താങ്ക് യു ലോർഡ്. കർത്താവെ, ഓരോരുത്തരെ അങ്ങ് സ്പർശിക്കുന്നതിനായി നന്ദി. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, ഓരോരുത്തരോടും ചേർന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോർഡ് പെർഫോം മിറക്കിൾസ് ഫോർ ദം. എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിനേക്കാൾ ഉപരിയായി ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റായി പ്രസിദ്ധീകരിക്കപ്പെട്ട ദൈവപ്രസാദം എന്ന പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്കില്ലിൻ്റെ നമ്പറിൽ വിളിക്കാം. ഇതിനു മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹോളി സ്പിരിറ്റ് സിനഡിന് വേണ്ടി ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ വിളിക്കുക, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.